ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിൽ മാച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ ഈ ഒരു വാച്ചിൻ്റെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ ഒരു വീഡിയോയിൽ ലൈക്ക് കൂടെ ഇട്ടേക്കുക. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബോക്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതാ മുകളിലായിട്ട് നമുക്കിതാ ഫയർ ബോൾട്ട് എന്നുള്ള ആ ഒരു ലോഗോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ആയിട്ട് വേണമെന്ന് വെച്ചാൽ ആ ഒരു ബ്ലൂടൂത്തിൻ്റെ മൈക്കിൻ്റെ ആ ഒരു ഓപ്ഷൻ അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ അവിടെ നമുക്ക് 1.85 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 പര സ്പോർട്സ് മോഡുണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, പിന്നെ ഇന്ത്യൻ ബ്രാൻഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെ ആ ഒരു സിമ്പലും പിന്നെ ഫയർ ബോൾട്ട് എന്നുള്ള ആ ഒരു ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ മെറ്റൽ കേസാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ SpO2 മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, 120 പര സ്പോർട്സ് മോഡ്. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ബാക്ക് ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ അതാ ഇവിടെ iOS-ലും ആൻഡ്രോയിഡിലും സപ്പോർട്ട് ചെയ്യുന്നവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അതാ നമ്മുടെ വാച്ച് ഇതാ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വാച്ച് ഇതാ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ വാച്ചിൻ്റെ ആ ഒരു ബാക്ക് ലുക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ് ബാക്കിൽ ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സെൻസർ വരുന്നത്. പിന്നെ അവിടെ നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാർജിങ്ങിൻ്റെ പോർട്ട്. ഇത് നമ്മുടെ ആ ഒരു സ്ട്രാപ്പ് ഒരാളുടെ ലോക്കാണ്. ഈ ഒരു സൈഡ് നമുക്കിതാ നല്ല ക്ലിക്കി ആയിട്ടുള്ള ക്രൗണാണ് വരുന്നത്. പിന്നെ അത് ഇവിടെ നമ്മുടെ മൈക്കും പിന്നെ ഒരു സ്വിച്ചും അവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ നല്ല വലുതൊക്കെ തന്നെയാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ബോക്സിൽ ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് സംഭവം വരുന്നത്. അത് നമ്മളുടെ അടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കിതാ നമ്മുടെ ചാർജിങ് കേബിൾ കാണാം. അപ്പോൾ സാധാ പിൻ ടൈപ്പ് ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ അത് ഇതേപോലെ ഒരു കുറച്ച് കാർഡുകൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ വാച്ചുകളിലും ഇതേപോലെയൊക്കെ കുറേ വരാറുണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമ്മുടെ വാച്ച് പവർ ഓൺ ചെയ്യാണ്. ഒരു ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് പവർ ഓൺ ആകും. ഫയർ ബോൾട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വരുന്ന ആ ഒരു വാൾപേപ്പർ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിത് മുകളിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ അതാ ഇതേപോലെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഇതേപോലെ കുറേ പ്ലെയറും പിന്നെ ഈ കാൽക്കുലേറ്റർ പിന്നെ വോയിസ് അസിസ്റ്റൻറ്റ് അതൊക്കെ ഞാൻ ഇതേപോലെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കേസ് ഇതെല്ലാം നമുക്ക് ബാക്ക് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമ്മുടെ മെനു സ്റ്റൈലൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്കിത് നല്ല കളർഫുള്ളായിട്ടൊക്കെ ഉള്ള രീതിക്ക് തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗെയിമാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഗെയിമൊക്കെ കളിക്കാവുന്നതാണ്. ഒരു ഗെയിം മാത്രമേ ഈ വാച്ചിൽ വരുന്നുള്ളൂ. ഇപ്പോൾ മാക്സ് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഗെയിം കളിക്കുക. ചുമ്മാ ഇരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി കളിക്കാനുള്ള ഒരു ഗെയിമൊക്കെ തന്നെയാണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേസ് നമുക്ക് ഇതിൽ നിന്നൊന്ന് ബാക്കാം. അടുത്തതായി ഇതേപോലെ കോൾ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഇത് കാൽക്കുലേറ്ററാണ്. നമുക്കിതേപോലെ 1+2 ഇതേപോലെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ബാക്കാക്കാം. അടുത്ത് ഇതൊരു കോൾ ഓപ്ഷനാണ്. പിന്നെ ഇത് പ്ലെയറാണ്, മ്യൂസിക് പ്ലെയർ. ഇത് വോയിസ് അസിസ്റ്റൻറ്റ്. അങ്ങനെ നമുക്കിത് കുറേ ഓപ്ഷൻസും കാര്യമൊക്കെ ഇതിലുണ്ട്. ഫൈൻഡ് ഫോണാണിത്. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്മാർട്ട് വാച്ചിൽ വേണ്ട എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇതൊരു അലാറമാണ്, നല്ല വർക്കിംഗ് ഒക്കെ തന്നെയാണ്. ഇത് വെതറിൻ്റെ ആണ്. നല്ലൊരു ഗ്രാഫിക്സും കാര്യമൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അവർ. ഇത് ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിനി ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ തൽക്കാലം അതെല്ലാം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ കേസ് നമ്മുടെ ഇവിടെ ഒരു ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ഫേസസ് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതേപോലെ കുറേ വാച്ച് ഫേസസ് നമുക്കിതിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇത് കസ്റ്റം ചെയ്യാൻ പറ്റുന്ന വാച്ച് ഫേസാണ്. ഓക്കെ, നമുക്കിത് ആ സൈഡിലുള്ള ആ ഒരു സ്വിച്ച് പുതുക്കുകയാണെങ്കിൽ നമുക്കിത് സ്പോർട്സ് മോഡുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റണതാണ്. അവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ കുറേ സ്പോർട്സ് മോഡുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ബാക്കാക്കാൻ നമുക്ക് കൈ തട്ടിയതായതൊന്ന് പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കാക്കാനായിട്ട് നമുക്ക് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അത് നമുക്ക് പോസ് ചെയ്യാം. ഇപ്പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ബാക്കാവണതാണ്.
അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. ഇത് വാച്ച് ഫേസസ് മാറ്റാനുള്ളതാണ്. അടുത്ത് നമുക്ക് വരണതെന്ന് വെച്ചാൽ ഇതേപോലെ വാച്ച് കൈ ഇങ്ങനെ ആക്കുമ്പോൾ കാണില്ല, ആ ഒരു സംഭവമൊക്കെയാണ്. പിന്നെ ബാറ്ററി സെറ്റിങ്സ്, ഫോണിൻ്റെ സെറ്റിങ്സ്, അല്ലാതെ പവർ ഓൺ ഓഫ് റീസ്റ്റാർട്ട്, ഇത് നമ്മുടെ ഫോണിൻ്റെ എബൌട്ടാണ്. പിന്നെ ഇത് QR കോഡ് ആപ്പിൻ്റെ അതാണ്. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് സെറ്റിങ്സ് വരുന്നത്. പിന്നെ അടുത്ത് നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ് ഫോണിൻ്റെ ഓപ്ഷൻസാണ്, അതവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബ്രൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള സംഭവമാണ്. ഇത് ടോർച്ച് ലൈറ്റാണ്. അത്യാവശ്യം നമുക്ക് ഈ മറ്റേ മേശയിലൊക്കെ വലിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടോർച്ച് ലൈറ്റ് യൂസ് ചെയ്യാം. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടും. ഇത് നമുക്ക് ഈ പേയ്മെൻറ്റിൻ്റെ ആ ഒരു QR കോഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നമുക്കിത് ഇതാണെങ്കിൽ നമ്മുടെ വാച്ചിൻ്റെ ആ ഒരു മെനു ഇല്ലേ, അത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. നമുക്കിഷ്ടമുള്ളത് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാനാണ്. കണ്ടോ, ഇതേപോലെ നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് യൂസ് ആക്കാവുന്നതാണ്. ഇതേപോലെ നമുക്കവിടെ കുറേ മെനു സ്റ്റൈൽസൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളിതിൻ്റെ ഈ ഒരു ഫുൾ റിവ്യൂ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരു ഫേക്ക് അൺബോക്സിങ്ങും കൂടെ ആയിരുന്നു. ആൾറെഡി ഇതൊരു 2-3 മാസം മുമ്പാണ് വാങ്ങിയത്. നമ്മുടെ കുട്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പറയണമെന്ന് വെച്ചാൽ ഇതിൽ അത്യാവശ്യം ലാഗൊക്കെ ഉണ്ടെന്നാണ്. വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. വലിയ ലാഗ് എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ഒരു ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൽ നല്ല വീഡിയോസ് ഞാൻ ഇനിയും എത്തും. അതിലേക്ക് സ്നേഹിൽ സൈനിങ് ഔട്ട്.